പണ്ട് അറബിക്കടലിന്റെ തിരമാലകൾ പൊന്നണീക്കുന്ന സഹ്യപർവ്വതം ഇന്നും കാവലായി നിൽക്കുന്ന 100,000 കലകളും സംസ്കാരങ്ങളും ഇന്നും പൂത്തുലഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം. മഹാരാജാക്കന്മാരുടെ തച്ചുശാസ്ത്ര വിസ്മയങ്ങൾ വിരിഞ്ഞ ഇവിടേക്ക് കാലത്തിന്റെ ഒഴുക്കിൽ കടൽ കടന്നെത്തിയ കപ്പലുകൾ പുതിയ സംസ്കാരങ്ങളെ എത്തിച്ചു. കൊളോണിയൽ പ്രൗഢിയും രാജകീയ പാരമ്പര്യവും ഇഴചേർന്ന് നമ്മുടെ ജീവിതശൈലിയെ തന്നെ മാറ്റി. കരിങ്കല്ലിൽ തീർത്ഥക്ഷേത്രങ്ങൾക്കും തച്ചുശാസ്ത്ര വിസ്മയമായ തറവാടുകൾക്കും ആകാശത്തോളം ഉയരമുള്ള പള്ളിക്കോപുരങ്ങൾക്കും പറയാനുള്ളത് നമ്മുടെ വീരചരിത്രമാണ്. എന്നാൽ കാലം കടന്നുപോയപ്പോൾ ആ കഥകൾ പലതും വിസ്മൃതിയിലാണ്ടുപോയി. ആ നിധിപേടകം തുറക്കാൻ ഒരു മാന്ത്രിക താക്കോൽ നമുക്ക് ആവശ്യമായി വന്നു. അങ്ങനെ നമ്മുടെ പൈതൃകത്തെ കാലത്തിന്റെ കൈകളിൽ നിന്ന് വീണ്ടെടുക്കാൻ കേരള ആർട്ട് ആൻഡ് ഹെറിറ്റേജ് കമ്മീഷൻ ഒരു ഡിജിറ്റൽ ജാലകം തുറന്നു. വെറും ഒരു വെബ്സൈറ്റ് അല്ല ഇത്, മറിച്ച് വരും തലമുറയ്ക്കായി നമ്മൾ കരുതിവെക്കുന്ന ഒരു വലിയ വിജ്ഞാന ശേഖരമാണ്. ഇതാ കേരള ഹെറിറ്റേജ് പോർട്ടൽ. ഈ മനോഹരമായ കോട്ടയ്ക്കുള്ളിൽ നിങ്ങൾക്കായി കാത്തുവച്ചിരിക്കുന്നത് എന്തെല്ലാമാണെന്നോ? നാട്ടുവിശേഷങ്ങളുടെ ശേഖരം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓരോ ജില്ലയിലെയും പൈതൃക സമ്പത്തുകൾ ഇതാ ഡിജിറ്റൽ ലിഖിതങ്ങളായി ഇവിടെ തെളിയുന്നു. ഓരോ ദേശത്തിന്റെയും ചരിത്രവും സംസ്കാരവും ഇപ്പോൾ നിങ്ങളുടെ കൺമുന്നിൽ. മാന്ത്രിക ഭൂപടം. പഴയ കാലത്തെ ഭൂപടങ്ങൾ പോലെ ഇപ്പോൾ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ നമ്മുടെ ഹെറിറ്റേജ് സോണുകളും കെട്ടിടങ്ങളും കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു. സർവേ നമ്പറുകൾ സഹിതം ഓരോ സ്മാരകത്തെയും സ്പേഷ്യൽ മാപ്പിംഗിലൂടെ നിങ്ങൾക്ക് കണ്ടെത്താം. മേഖലാ നിയന്ത്രണങ്ങൾ. നമ്മുടെ ചരിത്രഭൂമികളെ എങ്ങനെ സംരക്ഷിക്കണം, എവിടെയെല്ലാം നിർമ്മാണങ്ങൾ നടത്താം, ഈ ഉത്തരങ്ങളെല്ലാം മാർഗനിർദ്ദേശങ്ങളായി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ കഥ പൂർണ്ണമാകണമെങ്കിൽ നിങ്ങളുടെ പങ്കാളിത്തം കൂടിയേ തീരൂ. നിങ്ങളുടെ നാട്ടിലെ ആർക്കും അറിയാത്ത പഴയൊരു സ്മാരകമോ മറഞ്ഞുപോകുന്ന വാസ്തുവിദ്യയോ ഉണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ ചരിത്രത്തിന്റെ ഭാഗമാകാം. വെബ്സൈറ്റിലെ പബ്ലിക് ലോഗിൻ സൗകര്യം ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വന്തമായി ഒരു പ്രൊഫൈൽ നിർമ്മിക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും ജില്ലാതല പൈതൃക പരമ്പരകൾ തയ്യാറാക്കുമ്പോൾ അതിൽ പങ്കാളികളാകാനും നിങ്ങൾക്ക് സാധിക്കും. കമ്മീഷന്റെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും സുതാര്യമായി നിങ്ങൾക്ക് നിരീക്ഷിക്കാം. ഇത് ജനകീയ പൈതൃക സംരക്ഷണത്തിന്റെ പുതിയ കാലം. ഈ മാന്ത്രിക ജാലകം തുറക്കൂ. നമ്മുടെ അറിവുകൾ പങ്കുവയ്ക്കാം, വേരുകൾ കാത്തുസൂക്ഷിക്കാം. കേരളത്തിന്റെ പൈതൃക സംരക്ഷണ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി ഈ സംഭവം മാറട്ടെ.